പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയ്ക്കിടെ പ്രതിഷേധം. ഫ്രാൻസിസ് ജോർജ് എംപിയും മാണി സി കാപ്പൻ എംഎൽഎയും ഇടപെട്ട് ഉടൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയ്ക്കിടെയാണ് പ്രതിഷേധമുണ്ടായത്. ഉദ്ഘാടന യോഗത്തിനായി എത്തിയ എംഎൽഎയും എംപിയും ഉടൻ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. കായിക അധ്യാപകരുടെ സംയുക്ത സംഘടനയാണ് പ്രതിഷേധിച്ചത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നിയമസഭയിൽ UDF ആദ്യം ഉന്നയിക്കുന്ന വിഷയം ഇതാകുമെന്നും എംപിയും എംഎൽഎയും ഉറപ്പു നൽകി. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമായ കായിക അധ്യാപകന സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യവിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. നമ്മുടെ എല്ലാ സ്കൂളുകളിലും പ്രധാനമായിട്ടും എല്ലാ പൊതുവിദ്യാലയങ്ങളും കായിക അധ്യാപകരെ നിയമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മെയിൻ അജണ്ട. അതുപോലെ തുല്യജോലിക്ക് തുല്യവേതനം. ഇപ്പോൾ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് UP സ്കെയിലാണ്. അതുപോലെ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ്. ഇതുവരെയായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കായിക അധ്യാപകരുടെ പോസ്റ്റ് പോലും വന്നിട്ടില്ല. അതുപോലെ കുട്ടികളുടെ എണ്ണം മൂലം നിരവധി കായിക അധ്യാപകർ സർവീസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവരെ തിരിച്ചെടുത്തുകൊണ്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും കായിക വിദ്യാഭ്യാസം ലഭിക്കാത്തക്കണം ഒരു നടപടി സ്വീകരിക്കുന്ന ആവശ്യമാണ് സംസ്ഥാന സംഘടന പ്രതിഷേധം അറിയിക്കുന്നത്. ഐഫോറിയ ന്യൂസ്, പാലാ.